ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അശ്വതി മുതൽ 27 നക്ഷത്രക്കാരുടെ 2024 ഫലങ്ങളാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ. അത് ഈ 2 മാസം കൂടിയാണ് പറയുന്നത്. ജനുവരി ഓൾറെഡി കഴിഞ്ഞു എങ്കിൽ കൂടി ഫെബ്രുവരി കുറച്ചായി എങ്കിലും ജനുവരി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, കേൾക്കുക. ഇനി ആദ്യമായിട്ട് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവം, അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ ആരോഗ്യകാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായി കണ്ടുവരുന്നുണ്ട്. ഏത് കാര്യവും ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അസാമാന്യമായ ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഈ നാളുകാർക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. വിശാലമായ നെറ്റിത്തടവും വിടർന്ന കണ്ണുകളും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി കണ്ടുവരുന്നു. രാശികളിൽ ആദ്യത്തേതായ അശ്വതിയുടെ സ്ഥാനം മേടത്തിലാണ്. മേടക്കൂറാണ്. ശാന്ത സ്വഭാവം ഉള്ള ഈ നാളുകാർ ആർക്കും പിടികൊടുക്കാതെ വഴുതി മാറി നടക്കുന്നവരാണ്. ഈ നക്ഷത്രത്തിൽ പിറന്നവർ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും അടിമപ്പെടുകയില്ല. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വിട്ടുവീഴ്ച കാണിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാർ. കറകളഞ്ഞ ഈശ്വര ഭക്തരായി കണ്ടുവരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നും വെറുപ്പും വിദ്വേഷവും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ നാളുകാർക്ക് ഉണ്ടാവാറുണ്ട്. സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രമേ ഈ നാളുകാർ അഭിവൃദ്ധി നേടുവാൻ കഴിയുകയുള്ളൂ. 30 വയസ്സിന് ശേഷം സന്തോഷകരമായ ഒരു ഭാവി ജീവിതം പ്രതീക്ഷിക്കാവുന്നതാണ്. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും മേൽ പ്രസ്താവിച്ച മിക്ക കാര്യങ്ങളും ബാധകമാണ്. കറകളഞ്ഞ ഈശ്വര ഭക്തരായ ഈ നാളുകാർ ഭർത്താക്കന്മാരോട് കൂറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അത്ര അങ്ങോട്ട് വിധേയത്വം കാണിക്കാറില്ല. ദുശ്ശാഠ്യവും വാചാലതയും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഒരു ജന്മ സ്വഭാവമായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാർത്തിക, മകേരം, പുണർദം, ചിത്തിരാരിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായിട്ട് എത്ര ഒരു ചർച്ചയില്ലാത്ത ഒരു ഇതായിട്ടാണ് കാണുന്നത്. കേതുർദശയിലാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജനനം. അപ്പോ ഒരു അർദ്ധദശ കണക്കാക്കുമ്പോൾ ഒരു 4 കൊല്ലത്തോളം ഏകദേശം കേതുർദശ ഇവർക്ക് കിട്ടിക്കാണുന്നുണ്ട്. തുടർന്ന് 20 കൊല്ലം ശുക്രദശയും, 6 വർഷം ആദിത്യനും, 10 വർഷം ചന്ദ്രനും, 7 വർഷം ചൊവ്വയും, 18 വർഷം രാഹുവും, 16 വർഷം വ്യാഴവും, 19 വർഷം ശനിയും എന്നിങ്ങനെ ദശാകാലങ്ങൾ ഇങ്ങനെ പിന്നിട്ട് പോകുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ രത്നങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനീലം, ചെമ്പവിഴം ഒക്കെയാണ്. നിറങ്ങള് ചുവപ്പ്, സ്വർണ്ണ നിറം, ചാരനിറം. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ മൃഗം കുതിരയും, പക്ഷി പുള്ളും, വൃക്ഷം കാഞ്ഞിരവും, ദേവത അശ്വിനി ദേവതകളുമാണ്. ഇവരുടെ ഇനി ഈ നേരത്തെ പറഞ്ഞല്ലോ മാസ ഫലങ്ങള് ജനുവരി മുതൽ, അത് ജനുവരി ഫെബ്രുവരി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ശോഭനമായൊരു ഭാവി കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഉയർച്ച ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളിൽ നിന്ന് സഹായം കൂടുതലായി ഉണ്ടാവും. ഗ്രഹം സ്വന്തമാക്കുന്നതിന് അനുയോജ്യമായ സമയമാണ്. കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ സംജാതമായി കാണുന്നുണ്ട്. മാതൃഗുണം കൂടുന്നതാണ്. കുടുംബ സ്വത്തിന്റെ പേരിൽ ചില അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ വ്യവസായങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാവും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരവ് ചെലവുകൾ തുല്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മെച്ചൊന്നും ഈ സാമ്പത്തികമായിട്ട് ഈ മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസത്ത് കാണാൻ സാധ്യതയില്ല. ഗ്രഹം മോടി പിടിപ്പിക്കും. ഭാര്യ ഭർത്തൃബന്ധം കൂടുതൽ ദൃഢമാകും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. പലവിധ അപവാദങ്ങൾക്കും ഇടയാകാതെ സൂക്ഷിക്കണം.
അങ്ങനെയുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ സന്താനങ്ങളിൽ നിന്നായാലും കുടുംബത്തിൽ മറ്റു ആളുകളിൽ നിന്നായാലും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. ഇനി മാർച്ച് ഏപ്രില് കാലം അനുകൂലമാണെങ്കിലും മനസ്സെപ്പോഴും അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കും. ആരെയും സഹായിക്കാനുള്ള താല്പര്യം ഇവര് പ്രകടിപ്പിക്കും. ദാനധർമ്മങ്ങളിലൊക്കെ പണം ചെലവഴിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായി കാണുന്നില്ല. സ്വജനങ്ങൾ ചതിയിൽപ്പെടുത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിക്കുക. ഇതൊക്കെ ഈ ജ്യോതിഷപ്രകാരമുള്ള ഫലമാണ് പറയുന്നത് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ്. വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാതെ നോക്കണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട്. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതാണ്. സഹപ്രവർത്തകരെ കൂടുതൽ ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് എടുക്കുന്നത് അത്ര നന്നല്ല. കുടുംബ സ്വത്തുക്കളുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തും. ആരോഗ്യം അല്പം മോശം ആവാനുള്ള സാധ്യതയുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാല് കാർഷിക രംഗത്ത് നിന്ന് നല്ല നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. എന്നാൽ കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകാനുള്ള വഴികളും കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പലവിധത്തിലുള്ള അപവാദങ്ങൾ അഭിമുഖീകരിക്കേണ്ട വരുന്നൊന്ന് ഒഴിവാക്കിയാൽ നന്ന്. ധനലാഭം, ഉദ്ദിഷ്ട കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവും. കലാരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാവും. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നതാണ്. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ജൂലൈ ആഗസ്റ്റില് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ തൊഴിൽ സംരംഭകർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാൻ വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാകേണ്ടി വരും. ഈ ജോലിക്കാരൊക്കെ മേലാധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതാണ്. എല്ലാം തുറന്നു പറയുന്നൊരു പ്രകൃതമായതുകൊണ്ട് ചില അതൃപ്തിയൊക്കെ സമ്പാദിക്കാതെ നോക്കണം. പിന്നെ ഈ സ്വത്തുക്കളൊക്കെ അധീനതയിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇത് സെപ്റ്റംബർ ഒക്ടോബറിൽ പറഞ്ഞാല് വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടും. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഒരു സ്ഥാനചലനത്തിനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാതെ നോക്കണം. ഈ ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതില് നഷ്ടം സംഭവിക്കാതെ നോക്കുക. അതുപോലെ വീട് പുതുക്കി പണിയ, വീട് വാങ്ങുക, ഇതിനൊക്കെയുള്ള ഒരു ഇതാണ് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്നത്. പിന്നെ ഈ നവംബർ ഡിസംബർ ഇതില് വർഷാവസാനം കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില അകൽച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് മാറിക്കിട്ടും. പിന്നെ വിചാരിച്ചേക്കാളും കൂടുതൽ ധനലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തില് മംഗളകർമ്മം, അതിനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ഉണ്ട്. തൊഴിൽ രംഗത്ത് നിന്ന് ധനലാഭം, ഉയർച്ച ഒക്കെ കാണുന്നുണ്ട്. വ്യക്തിപ്രഭാവം വർദ്ധിക്കാനുള്ള ഒരു സമയം ആണ് ഈ നവംബർ ഡിസംബർ. രോഗങ്ങളിൽ നിന്ന്, മുമ്പൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക നേട്ടമൊക്കെ കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശിവപ്രീതി നേടുകയൊക്കെ ചെയ്താല് സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ് പറയാ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ശിവൻ തിങ്കൽ ചെന്ന വഴിപാടുകള്, ശക്തിക്കൊത്ത വഴിപാടുകള് ചെയ്യുന്നത് അത്യുത്തമമാണ്. അങ്ങനെ ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ഏവർക്കും നല്ലത് വരട്ടെ.